സർവശക്തനായ ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം അതിയായി മഹത്വപ്പെടുമാറാകട്ടെ. നിങ്ങൾ ശ്രവിക്കുന്നത് ജീസസ് വോയിസ് മെസ്സേജ്. എല്ലാ ശ്രോതാക്കൾക്കും കർത്താവായ യേശുക്രിസ്തു നാമത്തിൽ സ്വാഗതം. അല്പസമയ ധ്യാനത്തിന് ഒരു തിരുവചനം വായിക്കുന്നു. സങ്കീർത്തനം 44 വാക്യം 21. ദൈവം അത് ശോധന ചെയ്യാതിരിക്കുമോ? അവിടുന്ന് ഹൃദയത്തിലെ രഹസ്യങ്ങളെ അറിയുന്നുവല്ലോ. കർത്താവിൽ പ്രിയ ദൈവമക്കളെ, നിങ്ങൾക്കെല്ലാവർക്കും ജീസസ് വോയിസ് മെസ്സേജ് എന്ന പ്രഭാത ദൈവവചന ധ്യാന ശുശ്രൂഷയിലേക്ക് വീണ്ടും സ്വാഗതവും സ്നേഹവന്ദനവും അറിയിക്കുന്നു. നാം വായിച്ചു കേട്ട 44-ാം സങ്കീർത്തനം 21-ാം വാക്യത്തിൽ ദൈവം ശോധന ചെയ്യുന്നുവെന്നും അവിടുന്ന് മനുഷ്യരുടെ ഹൃദയരഹസ്യങ്ങൾ അറിയുന്നുവെന്നും കാണുകയാണ്. നമ്മെ ശോധന ചെയ്യുന്ന ഒരു ദൈവം നമ്മുടെ പ്രവൃത്തികളെ, നമ്മുടെ ചിന്തകളെ, നമ്മുടെ ആലോചനകളെ, നമ്മുടെ ജീവിതത്തിൻ്റെ സമസ്ത മേഖലകളും ദൈവം ശോധന ചെയ്യുന്നു എന്നാണ് 44-ാം സങ്കീർത്തനം 21-ാം വാക്യത്തിൽ കോരഹ് പുത്രന്മാർ ധ്യാനിക്കുമ്പോൾ വെളിപ്പെടുത്തിയിരിക്കുന്നത്. മനുഷ്യരുടെ പ്രവൃത്തികൾ അത് നല്ലതാകിലും തീയതാകിലും ദൈവം അത് ശോധന ചെയ്യുകയും അതിന് തക്കവണ്ണം പ്രതിഫലം നൽകുകയും ചെയ്യുന്നു. അവിടുന്ന് അറിയാതെ നമ്മുടെ നാവിലോ നമ്മുടെ ഹൃദയത്തിലോ ഒരു വാക്കോ പ്രവൃത്തിയോ ആർക്കും ദർശിക്കുവാനായിട്ട് സാധ്യമല്ല. ദൈവം പോലും അറിയുന്നില്ല എന്ന് ചിലരെല്ലാം പറയുന്നത് കേട്ടിട്ടുണ്ടാവും. എന്നാൽ ദൈവത്തെ അറിയായക കൊണ്ടാണ് അവർ അപ്രകാരം പ്രസ്താവിക്കുന്നത്. മുഴു പ്രപഞ്ചത്തെ സൃഷ്ടിക്കുകയും പരിപാലിക്കുകയും തൻ്റെ ഇഷ്ടം ഈ മുഴു പ്രപഞ്ചത്തിൽ നിറവേറ്റുകയും ചെയ്യുന്ന ദൈവം അറിയുന്നില്ല, കാണുന്നില്ല, കേൾക്കുന്നില്ല, മനസ്സിലാക്കുന്നില്ല എന്നൊക്കെ ചിന്തിക്കുന്നത് ഭോഷത്വമാണ്. നമ്മുടെ ഓരോ വാക്കും പ്രവൃത്തിയും ദൈവം കാണുകയും കേൾക്കുകയും അറിയുകയും എല്ലാറ്റിനുപരിയായി നമ്മുടെ ഹൃദയങ്ങളെ ശോധന ചെയ്യുകയും ചെയ്യുന്നു എന്നാണ് നാം മനസ്സിലാക്കുന്നത്. 139-ാം സങ്കീർത്തനത്തിലേക്ക് വരുമ്പോൾ അവിടെ ദൈവം ശോധന ചെയ്യുന്ന ചില കാര്യങ്ങൾ എഴുതിയിട്ടുണ്ട്. സങ്കീർത്തനം 139 അവിടെ കാണുന്നത്, ഞാൻ ഇരിക്കുന്നതും എഴുന്നേൽക്കുന്നതും നീ അറിയുന്നു, എൻ്റെ നിരൂപണം നീ ദൂരത്ത് നിന്ന് ഗ്രഹിക്കുന്നു, എൻ്റെ നടപ്പും കിടപ്പും നീ ശോധന ചെയ്യുന്നു, എൻ്റെ വഴികളൊക്കെയും നിനക്ക് മനസ്സിലായിരിക്കുന്നു. യഹോവേ, നീ മുഴുവനും അറിയാതെ ഒരു വാക്കും എൻ്റെ നാവിന്മേലില്ല. ഈ സങ്കീർത്തനം 139 1 മുതൽ 3 വരെ നാം വായിച്ചാൽ നമുക്ക് വളരെ വ്യക്തമായി കാണുവാൻ കഴിയുന്നത് ദൈവം ശോധന ചെയ്യുന്ന മനുഷ്യൻ്റെ ജീവിത സാഹചര്യങ്ങളാണ്, അഥവാ മനുഷ്യൻ്റെ പ്രവൃത്തികളാണ്. അവിടുന്ന് സകലവും ശോധന ചെയ്യുന്നുവെന്നാണ് ഈ വചനം നമ്മെ ഓർപ്പിക്കുന്നത്. നമ്മുടെ ജീവിതത്തിൽ ദൈവം നൽകിയിരിക്കുന്ന ഓരോ ദിനങ്ങളും ദൈവം എന്നെ കാണുന്നു, ദൈവം എന്നെ കേൾക്കുന്നു, ദൈവം എന്നെ അറിയുന്നു, ദൈവം ശോധന ചെയ്യുന്നു. ദൈവമാണ് നന്മയ്ക്കും തിന്മയ്ക്കും പ്രതിഫലം നൽകുന്നത്. ഈ ഒരു ബോധ്യത്തിൽ ഇന്ന് പോൽക്കാലം ദൈവഭയത്തോടും ദൈവഭക്തിയോടും
ദൈവസ്നേഹത്തോടും ദൈവവചനപ്രകാരവും ജീവിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ തിരുവചനം കേട്ട എല്ലാ പേർക്കും ദൈവം കൃപ ചെയ്യട്ടെ. ആമേൻ. ആമേൻ.